നല്ല മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാൻ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് ഈ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഈ ഒരു 1 വീക്ക് റുട്ടീനൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇത്ര ലേറ്റ് ആയത്. നമ്മുടെ ചാനലിൽ അധിക വ്യൂവേഴ്സും വുമൻസാണെന്ന് കണ്ടു. അതുകൊണ്ട് PCOD റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം എനിക്കതിൻ്റെ പീക്കിലെത്തിയ സമയത്താണ് ഞാനിപ്പോൾ റുട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതും ഫുഡൊക്കെ ഒന്ന് കുറച്ചതും. എൻ്റെ മുടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, ഇത്രയധികം മുടി ഒരു ദിവസം കൊഴിയുന്നുണ്ട്. കൂടാതെ ബോഡിയിലും അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹോർമോണൽ ചേഞ്ച് അതിൻ്റെ പീക്കിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പം സ്ട്രെസ് ലെവലൊക്കെ വരുമ്പോഴും അത് കൺട്രോൾ ചെയ്യാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഒരു 6 മന്ത്സിൻ്റെ അടുത്ത് എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ചധികം ട്രൈ ചെയ്തെങ്കിലും ഇതിൽ നിന്ന് വെയിറ്റ് ലോസിലോട്ട് വരാൻ ഞാൻ നന്നായിട്ട് പാടുപെടുന്നുണ്ട് കേട്ടോ. ഏറ്റവും അധികം പണി കിട്ടിയ സമയം എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ എക്സാമിൻ്റെ 2-3 മാസമുള്ള സമയത്ത് ഞാൻ എക്സ്ട്രീംലി സ്ട്രെസ് ലെവലിൽ കൂടിയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാമല്ലോ, നമ്മൾ എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറച്ച് ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ കാരണം അത് എൻ്റെ ഹെൽത്തിനെ കുറച്ചധികം നെഗറ്റീവായിട്ട് ബാധിച്ചു. പീരീഡ്സ് ഇറഗുലർ ആയത് കൂടാതെ തന്നെ എനിക്കെൻ്റെ മൂഡ് സ്വിങ്സ്, എനിക്കുണ്ടാകുന്ന ആങ്കർ ഇഷ്യൂസ്, അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ട് ഡീമോട്ടിവേറ്റഡ് ആവുക, ഒരു കാര്യമില്ലാതെ വിഷമിക്കുക, ഇങ്ങനെ എൻ്റെ ഹെൽത്ത് എന്നെ കംപ്ലീറ്റ്ലി കൈവിട്ടൊരവസ്ഥയിലായിരുന്നു ഞാൻ, മെൻ്റലി ആൻഡ് ഫിസിക്കലി. സോ ഞാനിപ്പോൾ ഒരു കംബാക്ക് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ഇത് രണ്ടുമാണ് എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ഈ ഒരു 1 വീക്കായിട്ട് ഞാൻ ഫുൾ ബോഡി എക്സസൈസും ടോണിങ്ങും മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ലോവർ ബോഡി അപ്പർ ബോഡി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. ബിക്കോസ് ഒന്ന് ട്രാക്കിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിലൊന്നും പോകുന്നില്ല, വീട്ടിൽ നിന്ന് തന്നെ ആണ് വർക്കൗട്ട് ചെയ്യുന്നത്. എന്നിട്ട് ജിമ്മിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാശ് ഡയറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് സൈലം ഹസ്കാണ്. നിങ്ങൾക്ക് ഫൈബറൊക്കെ കണ്ടൻറ്റ് കൂടുതലായിട്ട് ശരീരത്തിൽ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതായത് നമ്മൾ കൂടുതലായിട്ട് പ്രോട്ടീൻസ് എടുക്കുമല്ലോ ഡയറ്റിൻ്റെ സമയത്ത്, കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ തുടങ്ങിയുള്ള ഇഷ്യൂസിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് രാവിലെ വെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാം. ജെല്ലി ഫോമിലാക്കിയിട്ട് കഴിക്കുന്നവരും ഉണ്ട്. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ആൽമണ്ട്സ്, കാഷ്യൂനട്ട്സ്, പിന്നെ കുറച്ച് റോൾ ഡോട്ട്സും. ഇതിൽ ഞാൻ കുറച്ച് വേ പ്രോട്ടീനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വേ പ്രോട്ടീനാണ് കേട്ടോ. ബിക്കോസ് ഞാനൊരു എഗിറ്റേറിയൻ ആണ്, അതായത് വെജിറ്റേറിയൻ ആയിരുന്നു. ഇപ്പോൾ പ്രോട്ടീൻ്റെ ഇഷ്യൂസ് വന്നതുകൊണ്ട് ഡോക്ടറിൻ്റെ അടുത്ത് എഗ്ഗ് കൺസ്യൂം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എഗ്ഗും കൺസ്യൂം ചെയ്യുന്നുണ്ട്. സോ എനിക്ക് വേറെ മീറ്റും ഫിഷും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ വേ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വർക്കൗട്ട് കഴിഞ്ഞ പാട് ഞാൻ സ്മൂത്തിയൊക്കെ അടിച്ച് ഒന്ന് ഫ്രീസറിൽ വെക്കും, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്രഷൊക്കെ ആയി വന്നതിന് ശേഷമാണ് ഇത് കഴിക്കാറ്. അതാകുമ്പോൾ ഓട്സൊക്കെ ഒന്നും കൂടി ഒന്ന് സോക്കാവും. അതിന് വേണ്ടിയിട്ട് കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ YPT ലോഗിൻ ചെയ്യുന്നത്. ഞാൻ പയ്യെ സ്റ്റഡീസ് ഹവേഴ്സ് കൂട്ടിക്കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എക്സാമിൻ്റെ സമയത്ത് തൊട്ടിട്ട് YPT ഒട്ടും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ബിക്കോസ് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ലോഗിൻ ചെയ്യാൻ വിട്ടുപോകും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിപ്പോൾ YPT ലോഗിൻ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകാറുണ്ട്. ഡെയിലി ഒരു ഇപ്പോൾ 1 to 3 ഹവറൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റാറുള്ളൂ. ബിക്കോസ് ഞാൻ ഫുഡ് ഹാബിറ്റ്സൊക്കെ മാറ്റിക്കൊണ്ടും കാർബോഹൈഡ്രേറ്റ് കുറച്ചുകൊണ്ടും ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തുകൊണ്ടും എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണം, പിന്നെ മൈഗ്രെയിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിരുന്നു. ഒരു 1 to 5 ഡേയ്സൊക്കെ ഇത് ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതിനുശേഷം ഞാൻ കുറച്ച് നേരം പഠിച്ചു. ഞാൻ ഇന്ന് YPT ലോഗിൻ ചെയ്തു. ഈ ഒരു വീക്ക് എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീക്കിലേക്കുള്ളതും പ്ലസ് ഓവറോൾ ഈ ഒരു മന്ത് ഏതൊക്കെ ടാർഗറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതും ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് സ്റ്റഡീസിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇപ്പം കുക്കിങ്ങിനും കൂടി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യാം. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ പ്രോട്ടീൻ സോഴ്സായിട്ട് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ പയർ, ക്യാരറ്റൊക്കെ വെച്ചിട്ടൊരു തോരൻ പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ഞാൻ സപ്ലിമെൻ്റ് ആയിട്ട് ഒമേഗ 3യുടെ ക്യാപ്സ്യൂൾസ് എടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ വെജിറ്റേറിയൻ ആണ്, എഗ്ഗ് മാത്രമാണ് കഴിക്കുള്ളൂ എക്സ്ട്രാ. അതുകൊണ്ട് തന്നെ ഒമേഗ 3യുടെ ഒരു സപ്ലിമെൻറ്റ് എപ്പോഴും നന്നായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. കൂടാണ്ട് എനിക്ക് വൈറ്റമിൻ D ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ടാബ്ലറ്റും എടുക്കുന്നുണ്ട്, വൈറ്റമിൻ D3+K2 എന്ന് പറഞ്ഞിട്ട്. പിന്നെ B12ൻ്റെ ഒരു സപ്ലിമെൻറ്റും എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനിവിടെ പറയുന്നത് എനിക്ക് ഇതൊക്കെ ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ടും ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ടുമാണ്. സോ അങ്ങനെ ആർക്കെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ഡോക്ടറെ അടുത്ത് ഒന്ന് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ. ഉച്ചയ്ക്ക് ഞാനൊരു പവർ നാപ്പ് എടുക്കാമെന്ന് വിചാരിച്ച് കിടന്നതായിരുന്നു. കുറച്ചധികം സമയം ഉറങ്ങിപ്പോയി. എനിക്കിപ്പം ഭയങ്കര ക്ഷീണം വരുന്നുണ്ട് ഡയറ്റ് മാറ്റിക്കൊണ്ട്. അതുകൊണ്ട് ഉച്ചയ്ക്ക് എനിക്ക് ഒട്ടും പഠിക്കാനിരിക്കാൻ പറ്റാറില്ല. പക്ഷേ ഇത് റുട്ടീനായി കഴിഞ്ഞാൽ ഓക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നൈറ്റ് ഒരു 7 ഒക്കെ ആകുമ്പോൾ തിരിച്ച് സ്റ്റഡീസിലോട്ട് വരും. അതിന് മുന്നേ തന്നെ ഡിന്നറും കഴിക്കും കേട്ടോ. സോ നമുക്ക് അത് ഏർലി ഡിന്നർ എടുക്കുന്നത് നല്ലതാണ്. അത് ഞാൻ പണ്ട് തൊട്ടേ ഏർലി ഡിന്നർ എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അത് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു ഇയറിൽ ഞാൻ വാല്യൂ എഡീഷൻ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എൻ്റെ പ്രിപ്പറേഷനിൽ. അതായത് ഞാൻ
ഈ കഴിഞ്ഞ വർഷം വരെ UPSC ആണ് പ്രൈമറിലി നോക്കിക്കൊണ്ടിരുന്നത്. UPSCയുടെ സിലബസ് കുറച്ചുകൂടി അനലിറ്റിക്കൽ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് പിന്നെയും നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചധികം ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാം. കൂടാതെ എനിക്ക് സിസാറ്റ് ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ കുറച്ച് സമയം വാല്യൂ അഡീഷന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മാത്സും റീസണിങ്ങും പിന്നെ ഇംഗ്ലീഷിലെ കോംപ്രഹെൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ ഉള്ള സിസാറ്റ് ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു കോൺഫിഡൻസിലായിരുന്നു ഇരുന്നത്. ഇനി നമ്മളെ ബാക്കപ്പ് പ്ലാൻ സെറ്റ് ചെയ്തതിന് ശേഷം പ്രിപ്പറേഷനിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവണം, എന്നാലേ നമുക്ക് ഒന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷേ ഒരു ജോബിൻ്റെ കൂടെ പ്രിപ്പറേഷൻ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഒരു 1 ഇയർ കൂടി പ്രിപ്പറേഷന് കൊടുക്കും, അതിൻ്റെ കൂടെ വാല്യുവേഷൻ ചെയ്യും. ബാക്കിയുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള രീതിക്കുള്ള ഒരു പ്രിപ്പറേഷൻ, പ്ലാൻ ബിക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളൊരു പ്രിപ്പറേഷൻ, ഇതാണ് വിചാരിക്കുന്നത് ഈ ഒരു വർഷം. ഞാനിപ്പോൾ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാറുണ്ട്. ബിക്കോസ് നമ്മുടെ ആ ഒരു ദിവസത്തെ മൊത്തം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രീത്തിങ് റെഗുലേറ്റ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് കാം ആവും, നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ റൂട്ടീൻ ഇങ്ങനെയാണ്. ഞാനിപ്പം കുറച്ചുകൂടി മൈൻഡ്ഫുൾ ഈറ്റിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. ഈറ്റിംഗ് ഡയറ്റ് ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി ഫിറ്റ്നസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ മെൻ്റലി ഓക്കെ ആയിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ വേണ്ട കുറേ മെഷർമെൻറ്റ്സ് ഞാൻ എടുക്കുന്നുണ്ട്. അതായത് നമ്മൾ നെഗറ്റീവ് പീപ്പിൾസിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറി നിൽക്കുക, നമ്മൾ കൂടുതൽ നമ്മുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യുക, അങ്ങനെ. കൂടാതെ നമ്മുടെ ഒരു ശരികളുണ്ടല്ലോ, ആ ശരികളിൽ ഉറച്ച് വിശ്വസിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ബിക്കോസ് നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രഷേഴ്സ് ഉണ്ടാവും. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മളെ ഫോഴ്സ് ചെയ്യും. ബട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക, എവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടിയും ഫുൾഫിൽഡ് ആയിട്ട് തോന്നുന്നത്, ആ കാര്യങ്ങൾ ചെയ്യാൻ സമയം കണ്ടെത്തുക. വീക്കിലി ഒരു ദിവസമെങ്കിലും ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാം, കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം. നിങ്ങൾക്ക് ഒരു ഹെൽത്തി റുട്ടീൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു ചാലഞ്ചായിട്ട് ഇത് ചെയ്തു തുടങ്ങാം. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ കമൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് വീക്ക് കാണുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക.